നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് ഇന്ന് ചായൻ്റെ കൂടെ കഴിക്കാൻ അവനും ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് സാധാരണ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ലൊരു കേക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടേൻ്റെ മണം കേക്കിന് അധികം ഉണ്ടാവാൻ തോന്നുകയാണെങ്കിൽ 2 മുട്ട എടുക്കാം, 1/2 കപ്പ് തൈരും എടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സായി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. മൈദയൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ മുട്ടേൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് കശുവണ്ടി ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടേൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. മൈദയിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് ഈ മുട്ടേൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലോണം പഴുത്ത് നല്ല കറുത്ത് തുടങ്ങിയിരിക്കുന്ന നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ മിക്സും കൂടെ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ട്രേയിലേക്ക് എണ്ണയൊന്ന് തടവിട്ടൊരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചൂടാവാനായിട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. സാധാരണ ഒരു അലുമിനിയം പാത്രമാണ്. അതിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പ് വെച്ച് മൂടി വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇതിലേക്ക് അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഈ ട്രേ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കേക്കിൻ്റെ നല്ല മണം വരിക. അന്നേരം അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് വരുമ്പോൾ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക.